നിലവിലിപ്പോൾ ഈ ഒരു കോഴ്സ് നോക്കുന്ന ടൈമിൽ ഫിസിയോതെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി. ഓക്കെ. അപ്പോൾ സ്റ്റുഡൻസും പാരൻസും ചോദിക്കുകയാണ് ഇതിൽ ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്, രണ്ടും സെയിം ഒരു കാറ്റഗറിയിൽ വരുന്ന കോഴ്സ് ആണോ എന്നുള്ളത്. അതിനെ പറ്റിയുള്ള ഒരു ആൻസർ എന്താണ്? ആൻസർ ഇപ്പം ഫസ്റ്റ് ഇയർ പഠിക്കുന്ന എന്നോടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ആരെങ്കിലും OT എന്താന്ന് ചോദിച്ചാൽ നമ്മളും പറയും ഫിസിയോതെറാപ്പി പോലെ എന്ന്. അതായത് കറക്റ്റ് ആൻസർ നമുക്കും ആ സമയത്ത് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇതിൽ വർക്ക് ചെയ്തു, നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ് പോയൊക്കെ ഇപ്പോൾ ഒരു കൃത്യമായ ഐഡിയ ഉണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ നമ്മളൊരു ഹോളായിട്ടാണ് അവരെ കാണുന്നത്. അവരുടെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ ഉണരുന്നത് തൊട്ട് ഉറങ്ങുന്നത് വരെ, ഈവൻ സ്ലീപ്പ് സൈക്കിളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളത് സ്കെഡ്യൂളിംഗ് വഴി അത് ശരിയാക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഒരാളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അത് എന്ത് തന്നെ ആയാലും, ഇപ്പോൾ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അത് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് ബേസിക് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് എന്ന് പറയാം, ഇൻസ്ട്രുമെൻ്റൽ എന്ന് പറയാം. അതായത് ബേസിക് എന്ന് പറയുമ്പം നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മളൊരു സ്ഥലത്ത് ഇപ്പം നമുക്കിപ്പോൾ എക്സാമ്പിൾ ജോലിക്ക് പോകേണ്ട ഒരാളാണ്, നമ്മൾ ഇവിടുന്ന് ഒരു സ്ഥലത്തോട്ട് പോകുന്നു, ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഒരാൾ വിളിക്കുന്നു, ടെലികോളിംഗ്, നമ്മൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നു, മീൽ പ്രിപ്പറേഷൻ, നമ്മൾ നമ്മളെ കുട്ടീനെ നോക്കുന്നു, ചൈൽഡ് റിയറിങ്, പിന്നെ നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ ബസ്സിലാണ് അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മളൊരു ചേഞ്ച് വാങ്ങുന്നു, മണി മാനേജ്മെൻറ്റ്. സോ ഇതും നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. വേറെ ഏത് പ്രൊഫഷൻ എടുത്ത് നോക്കിയാലും ലൈക്ക് ഈ ഒരു ഹോളായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നില്ല. ഇതിൽ ഒരു വ്യക്തിക്ക് ഇതിൽ ഏതൊരു പ്രോബ്ലം ആണോ അവളുടെ കൺസേൺ ആയിട്ട് നമ്മളടുത്ത് വരുന്നത്, ഈ സംഭവം നമ്മൾ ഇതാക്കും. പിന്നെ OT എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് മെൻ്റൽ ഹെൽത്ത് എന്നുള്ള സെക്ടറിലാണ്. ഫസ്റ്റ് OTയുടെ ഒരു റോൾ എന്താണെന്നുള്ളത് ഫസ്റ്റായിട്ട് നമ്മൾ ഇതാക്കുന്നത്. പിന്നീടാണ് പീഡിയാട്രിക്സ്, ന്യൂറോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഭജിച്ചിട്ടുള്ളത്. അപ്പം മെൻ്റൽ ഹെൽത്തിലും നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. അപ്പോൾ ഇത് തന്നെ മതി ഒരു ബേസിക് ഇത് വരും. പിന്നെ റോള് ഭയങ്കര ഡിഫറൻസ് അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവാതെ വരുന്നത് നമ്മുടെ ന്യൂറോ റീഹാബിലാണ്. അത് ഫിസിയോതെറാപ്പിസ്റ്റും ഇത് തന്നെ ചെയ്യുന്നു. OT അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരാൾക്ക് ബെഡ് മൊബിലിറ്റി, നമുക്ക് ബെഡ് എഴുന്നേൽക്കണം, അവിടുന്ന് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പം വേറെ ഇപ്പോൾ വീൽ ചെയറിലോട്ട് ഇരിക്കണോ അല്ലെങ്കിൽ വേറെ നടന്നു പോകണോ, അപ്പോൾ ഇങ്ങനത്തെ ട്രാൻസ്ഫർ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും OT ആണ് വരുന്നത്. പക്ഷേ ഗേറ്റ്, അവരുടെ നടത്തം, അതൊക്കെ ചെയ്യുന്നത് ഫിസിയോ ആണ് ചെയ്യുന്നത്. അപ്പം രണ്ടുപേരും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരേപോലെ ചിലപ്പം ഗോൾസൊക്കെ സിമിലർ ആയിരിക്കും, പക്ഷെ നമ്മളത് അച്ചീവ് ചെയ്യുന്ന രണ്ടുപേരും കൊടുക്കുന്ന തെറാപ്പി കുറച്ച് ഡിഫറെൻ്റ് ആണ്.